ഏവർക്കും നമസ്കാരം. പുതിയ പ്രതീക്ഷകളിലേക്കുള്ള പ്രത്യാശയുടെ വാതിൽ തുറന്ന് സ്നേഹവും നന്മയും സാഹോദര്യവും മാത്രം കണ്ടെത്തുവാൻ നമ്മളെ പ്രചോദിപ്പിക്കുന്ന ക്രിസ്മസ് വരവായിരിക്കുകയാണ്. നക്ഷത്രങ്ങൾ കൂടുകൂട്ടിയ കുളിരുള്ള ആ രാത്രിയിൽ പുൽക്കൂടിന്റെ ചൂടേറ്റു പിറന്ന ഉണ്ണിയേശുവിനെ നമ്മുടെ ഹൃദയങ്ങളിലേക്കും കുടുംബങ്ങളിലേക്കും വരവേൽക്കുന്ന ദിവസം. പാപാന്തകാരത്തിൽ കഴിഞ്ഞ മർത്യരുടെ രക്ഷയ്ക്കായി അവൻ കാലിത്തൊഴുത്തിൽ പൂജാതനായി. കോവിഡ് പരത്തുന്ന അന്ധകാരം 2020 ഗ്രസിച്ചു നിൽക്കുമ്പോഴാണ് വീണ്ടും മറ്റൊരു ക്രിസ്മസ് രാവ് കൂടി എത്തിക്കഴിഞ്ഞിരിക്കുന്നത്. എണ്ണമറ്റ പ്രതിസന്ധികൾക്കും പ്രശ്നങ്ങൾക്കും നടുവിലാണ് നാം ജീവിക്കുന്നത്. ഒരു ചെറിയ വൈറസ് നമ്മുടെ ലോകമാകെ മാറ്റിമറിച്ചിരിക്കുകയാണ്. ഇത് ആത്മീയ മേഖലയെയും സാരമായി ബാധിച്ചിരിക്കുന്നു. ആഘോഷമായ പരിശുദ്ധ കുർബാനയോ കുംഭസാരമോ ഈ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. കോവിഡ് കാലത്തിലൂടെ ഒരു മരുഭൂമി അനുഭവം എന്ന പോലെ ലോകം മുഴുവൻ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നാം പ്രതീക്ഷ നഷ്ടപ്പെട്ടവരായിരിക്കരുത്. വിശുദ്ധ ഗ്രന്ഥം മുഴുവനും ഒരു വലിയ പ്രകാശത്തെ പറ്റിയാണ് നമ്മെ പഠിപ്പിക്കുന്നത്. വെളിച്ചത്തിന്റെ കതിരുകൾ അവിടുന്ന് നമ്മിൽ വീശും. ഈശോയുടെ തിരുപ്പിറവിയെ കുറിച്ച് ഐസിയാസ് പ്രവാചകൻ പറയുന്നത് അന്ധകാരത്തിലിരുന്ന ജനം പ്രകാശം കണ്ടു എന്ന വാക്കുകളാണ്. മിശിഹായാകുന്ന വലിയ വെളിച്ചം വളരെ ചെറിയ തീനാളമായി മനുഷ്യനായി ബെത്ലഹേമിലെ പുൽത്തൊട്ടിൽ ജനിച്ചു. അടിസ്ഥാനപരമായി ക്രിസ്തുമസ് ഒരു ക്രിസ്ത്യൻ ആഘോഷമാണെങ്കിലും ലോകമെമ്പാടും ഏകദേശം 160ഓളം രാജ്യങ്ങളിൽ 2 ബില്യണോളം ജനങ്ങൾ ഈ വിശേഷ ദിവസം ഘോഷിക്കാറുണ്ട്. ഒരിക്കലും കെടുകയോ അസ്തമിക്കുകയോ അന്ധകാരം കീഴ്പ്പെടുത്തുകയോ ചെയ്യാത്ത സ്വർഗീയ അഗ്നിയാണ് അവിടുന്ന്. ലോകത്തിന്റെ കാർമേഘം നമുക്ക് ചുറ്റും പടരുമ്പോൾ ഈശോയാകുന്ന പ്രകാശത്തിൽ നിന്ന് നമുക്ക് വെളിച്ചവും ചൈതന്യവും സ്വീകരിക്കാം. കത്തിജ്വലിക്കുന്ന വിളക്കുകളായി നമുക്ക് മാറാം. കോവിഡ് വർഷത്തെ ക്രിസ്മസിൽ നമുക്ക് എന്നത്തേക്കാൾ അധികമായി ഈശോയുടെ അടുത്തായിരിക്കുവാൻ സാധിച്ചു. ഇനി വരും വർഷത്തെ ക്രിസ്മസ് സന്തോഷത്തിന്റെ സമാധാനത്തിന്റെയും ആയിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.